ഇന്നെനിക്ക് ഹാർഡായിട്ടുള്ളൊരു ഡേ ആണ്. ഇന്നെനിക്ക് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡാണ്. ഞാൻ കുറേ നേരം കരഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കൊന്നും ചെയ്യണമെന്ന് തന്നെ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു പ്രോമിസ് കൊടുത്തതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. ഭയങ്കര ടയേർഡാണ് ഞാനിപ്പോൾ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മൊത്തത്തിൽ മെൻ്റലിയും ഫിസിക്കലി ഒക്കെ ഭയങ്കര ടയേർഡായിട്ട് തോന്നുവാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട് ഞാൻ. എന്നോടും എൻ്റെ ചുറ്റുള്ളവരോടൊക്കെ കുറേയും കൂടെ സ്നേഹത്തോടും കരുണയോടൊക്കെ പെരുമാറാനുണ്ട്. ഞാനും ഹീലായി വരുന്നതേ ഉള്ളൂ. എനിക്ക് ചില സമയത്തൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ അല്ലല്ലോ. ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും, നമ്മൾ ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നും. ചില ദിവസം ചില കാര്യങ്ങൾ വന്ന് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യും, ഭയങ്കരമായിട്ട് നമുക്ക് ഓക്കെ അല്ലാത്ത പോലെയാവും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്നെനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വന്നു. എന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കാത്ത, എനിക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. എനിക്ക് ഒരുപാട് ഹാർഡായിട്ടുള്ള ഡേ ആയിരുന്നു ഇന്ന്. സ്റ്റിൽ ഐ എം ഷോയിങ് അപ്പ് ഫോർ മൈസെൽഫ്. കാരണം എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്താണ്. എനിക്ക് ഇനി എന്നെ ബിട്രേ ചെയ്യാൻ വയ്യ. ഇനി ഒരുപാട് മെച്ചപ്പെടാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുണ്ട്. എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഞാനിങ്ങനെ പറ്റുന്ന പോലെ ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ തന്നെ തോന്നുന്നില്ല. എനിക്ക് ഒരുപാട് പുഷ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സോ സക്സസ്ഫുള്ളി 28 ദിവസം കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാ ദിവസവും നമുക്കിപ്പോൾ എപ്പോഴും ഭയങ്കര മോട്ടിവേഷനും ഹാപ്പിനെസ്സും ഒന്നും തോന്നത്തൊന്നുമില്ല. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. നമ്മളെ തന്നെ പുഷ് ചെയ്യണം, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എനിക്ക് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് മൊത്തത്തിലൊരു 360 ഡിഗ്രി ചേഞ്ചസ് വരണം. ഹെൽത്ത് വൈസ് ആണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും ഒക്കെ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരണം. അതുപോലെ കുറേ കൂടെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. അറിഞ്ഞു അറിയാതെയൊക്കെ എന്നെയും എൻ്റെ ചുറ്റുമുള്ളവരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയി ആരുടെയും വേദനിപ്പിക്കാതെ, എന്നെ വേദനിപ്പിക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അത് പറ്റാറില്ല. എനിക്ക് നല്ല ഹാർഡായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഗ്രോത്ത് കുറച്ച് മെസ്സിയാണല്ലോ. ട്രാൻസ്ഫർമേഷൻ്റെ ഒരു മെസ്സി ആയിട്ടുള്ള ഒരു ഫേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പഴയ ഹാബിറ്റ്സും പഴയ കാര്യങ്ങളൊക്കെ ഗിവപ്പ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്. അതുപോലെ നല്ല നല്ല സുഖമാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഗിവപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കുക, നിങ്ങളുടെ സെൽഫിൽ വർക്ക് ചെയ്യുക. എല്ലാം റെഡിയാവും. ഇന്ന് ഹാർഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എന്നാലും പറ്റുന്ന പോലെ എഴുന്നിട്ടാണെങ്കിലും മുന്നോട്ട് പോകണമെന്ന് പറയില്ലേ. നിങ്ങൾക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ഓടുക, അല്ലെങ്കിൽ പറക്കുക, അല്ലെങ്കിൽ എഴയുക. ഞാനിന്ന് എഴയായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടയേർഡായിട്ട് സങ്കടം വരുന്നു. ഇമോഷണലി ഭയങ്കര ഓവർവെൽംഡ് ആയിപ്പോയി. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്തെടുത്തേ പറ്റുള്ളൂ. നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. നമുക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അത് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ ലേസി ആയി ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ ഇമോഷൻസിനൊന്നും വാലിഡേറ്റ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്, എൻ്റെ ഇമോഷൻസിനൊക്കെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പേഴ്സണ് കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസ് ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് എഴുന്നിട്ടാണെങ്കിലും പറ്റാതെ ആണെങ്കിലും ഇങ്ങനെ വീഡിയോസും ചെയ്യുന്നതും ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ. കഴിഞ്ഞ ഒരു മാസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ഐ ആം ഹാപ്പി. എന്നെ കാണുന്ന സമയത്ത്, ഞാൻ വർക്ക് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇനി ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്, മുന്നോട്ടേക്ക് പോകാനുണ്ട്. എന്താണെങ്കിലും പറ്റുന്ന പോലെ ഈ ഡേ കംപ്ലീറ്റ് ചെയ്യാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഗിവ് അപ്പ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് അലീഷനോർത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. സോ സക്സസ്ഫുള്ളി ഈ ഡേ കംപ്ലീറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അലീഷ, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് വിൽ ബി ഫൈൻ, ഡോണ്ട് വെറി. നാളെ നമുക്ക് ഇതിനെക്കാട്ടി ഉഷാറായിട്ട് ടാസ്കുകളൊക്കെ ചെയ്യണം.
കുറേം കൂടി സെൽഫിൽ വർക്ക് ചെയ്യണം, ഫോക്കസ് ചെയ്യണം, പഠിക്കണം, മിടുക്കിയാവണം, എല്ലാം റെഡിയാവും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ചില ദിവസം നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് തോന്നും. അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇമോഷൻസിനെയൊക്കെ വാലിഡേറ്റ് ചെയ്യുക, ഇഗ്നോർ ചെയ്യാതിരിക്കുക, എന്നിട്ട് ചെയ്യാനുള്ള പണി അങ്ങ് ചെയ്തേക്കുക. നിങ്ങൾക്ക് പറക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ എഴഞ്ഞിട്ടാണേലും മുന്നോട്ടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. ബട്ട് ഞാനത് സർവൈവ് ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും, നോ പറയാനും, അതുപോലെ ആൾക്കാരെ ഡിസപ്പോയിൻ്റ് ചെയ്യാനും, സെൽഫിൽ വർക്ക് ചെയ്യാനും, എന്നോട് തന്നെ നോ പറയാനും, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും, മടി പിടിച്ചിരിക്കാതെ എന്നെ തന്നെ പുഷ് ചെയ്യാനൊക്കെ തുടങ്ങി. നല്ല അൺകംഫർട്ടബിൾ ആണ്. ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദിസ് ഈസ് പാർട്ട് ഓഫ് ഗ്രോത്ത്, എനിക്കറിയാം. എനിവേ, ഞാൻ ഈ ദിവസം സർവൈവ് ചെയ്തു. ഈ ദിവസം കടന്നുപോയി. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം ഫീലിംഗ് സോ ബ്ലെസ്ഡ്. ഇന്നത്തെ ദിവസം കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, ഡ്രസ്സുണ്ട്, ഇരിക്കാനൊരു വീടുണ്ട്, ചുറ്റും ആൾക്കാരുണ്ട്. ബ്ലെസ്ഡ് ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ഇന്നത്തെ ദിവസം നല്ല ഹാർഡായിരുന്നു, പക്ഷേ അതൊക്കെ ഓവർകം ചെയ്തു മുന്നോട്ടേക്ക് വരാൻ പറ്റി, കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഗ്രേറ്റ്ഫുൾ ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങളിലും നിങ്ങളുടെ ഡ്രീംസിലും നിങ്ങളുടെ ലൈഫിലൊന്നും. എവറിത്തിങ് വിൽ ബി ഫൈൻ. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ടയേർഡായി പോവും. ഇറ്റ്സ് ഓക്കെ. ടേക്ക് സം റെസ്റ്റ്. എന്നിട്ട് നന്നായി വിശ്രമിച്ചതിന് ശേഷം മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക.